ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദിയിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് നീമ കി ദാദി, അതായത് നീമയുടെ ഗ്രാൻഡ് മദർ. ഈ കഥയിൽ എന്തായിരിക്കുന്നത് നോക്കാം. नीमा दोपहर में 2 बजे स्कूल से लौटती है. നീമ ഉച്ചയ്ക്ക് 2 ബജെ 2 o'clockനാണ് സ്കൂൾ സേ ലോട്ടി ഹെ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പം നീമ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. इस समय घर पर सिर्फ दादी होती है. ഈ സമയം घर पर വീട്ടിൽ സിർഫ് ദാദി ഹോത്തി ഹെ, ദാദി മാത്രമാണ്. സിർഫ് എന്ന് പറഞ്ഞാൽ ഓൺലി, അപ്പം ദാദി മാത്രമാണ് ഉണ്ടാവുക. വേ കഹി നെയ് ആത്തി ജാത്തി ഹെ, അവർ വീട്ടിൽ നിന്നും കഹി നെയ് എവിടെയും ആത്തി ജാത്തി ഹെ, പോവാറോ വരാറോ ഇല്ല. കബി ബൈട്ടെ ബൈട്ടെ സബ്ജി കാട്ട് രഹി ഹോത്തി, ചില സമയങ്ങളിൽ ബൈട്ടെ ബൈട്ടെ ഇരുന്ന് സബ്ജി കാട്ട് രഹി ഹോത്തി ഹെ, ഇരുന്ന് പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കും. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ. കാട്ട് രഹി ഹെ, മുറിച്ച് വെക്കാറുണ്ട്. ഉൻകെ घुटनों में दर्द रहता है, इसलिए कभी वे अपने घुटनों में तेल मल रही होती. उन्हें नीमा का बहुत इंतजार होता. ഉൻകെ ഗുഡ്നോ മേ, ഗുഡ്നോ എന്ന് പറഞ്ഞാൽ കാലിന് മുട്ടിൽ. അപ്പോൾ ഗുഡ്നോ മേ ദർദ് രഹത്താ ഹേ, കാലിന് വേദന ഉണ്ടാവാറുണ്ട്. ഇസ്ലിയെ കബി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വോ അപ്നെ ഗുഡ്നോ മേ തേൽ, കാലിൽ തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, മൽ റഹി ഹോത്തി, എണ്ണ തടവി കൊടുക്കാറുണ്ട്. ഉന്നെ നീമാക്ക ബഹുത്ത് ഇന്തസാർ ഹോത്താ ഹേ, അവർ എപ്പോഴും നീമയെ ബഹുത്ത് ഇന്തസാർ ഹോത്താ ഹേ, നീമയെ എപ്പോഴും കാത്തിരിക്കും. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ഗ്രാൻഡ് മദർ വീട്ടിൽ കാത്തിരിക്കും. नीमा रोज खाना खाते खाते स्कूल की बातें सुनाती है. നീമ റോസ് ഖാന ഖാത്തെ ഖാത്തെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഖാന ഭക്ഷണം, ഖാത്തെ ഖാത്തെ കഴിച്ചുകൊണ്ട് സ്കൂൾ കി ബാത്തേ സുനാത്തി ഹെ, സ്കൂളത്തെ കഥകൾ പറഞ്ഞു കൊടുക്കും. ആർക്ക്? ദാദിക്ക്. അപ്പോൾ സ്കൂളത്തെ കഥകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ദാദി ബി ഉസ്സെ ഖൂബ് ബാത്തേ കർത്തി ഹെ, ദാദിയും ഉസ്സെ അവളോട് സ്കൂൾ ഖൂബ് ബാത്തേ കുറേ കഥകൾ പറയും. കർത്തി ഹെ. ഷാം കോ നീമ ഖേൽനെ ജാത്തി ഹെ, ഈവനിങ് ആവുന്ന സമയത്ത്, ഷാം എന്ന് പറഞ്ഞാൽ ഈവനിങ്, ഷാം കോ നീമ ഖേൽനെ ജാത്തി ഹെ. ഏക് ദിൻ നീമ ഖേൽനെ കെ ലിയെ ജാനെ ലഗി തോ ദാദി ബോലി, ഒരു ദിവസം നീമ കളിക്കാൻ പോവായിരുന്നു. അപ്പോൾ ദാദി പറഞ്ഞു, നീമ ദോടി ദേർ ബൈറ്റ് ജാ, നീമ കുറച്ച് സമയം കൂടി ഇരിക്കുമോ? അപ്പം നീമ തിരിഞ്ഞു നോക്കി. ക്യോ? നീമ പലട്കർ ബോലി, എന്ത് പറ്റി? വൈ? ക്യോ എന്ന് പറഞ്ഞാൽ വൈ, എന്താണ്? നീമ പലട്കർ ബോലി, നീ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. മേരാ സമയം നീ കട്ട, ദാദി ബോലി, എൻ്റെ സമയം പോകുന്നില്ല, അതായത് ഞാനിവിടെ ഒറ്റയ്ക്കാണ്. നീ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീണ്ടും ഒറ്റയ്ക്കാവും, അതുകൊണ്ട് പോവാതെ ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ സംസാരിക്കുമോ എന്നാണ് ദാദി ഉദ്ദേശിച്ചത്. നീമ രുക്കി, അപ്പോൾ അത് കേട്ടപ്പോൾ നീമ നിന്നു. രുക്കി എന്ന് പറഞ്ഞാൽ നിന്നു. ഫിർ ദൗഡ്കർ ദാദി കി ചെപ്പലേ ലേ ആയി ഓർ ബോലി. ഫിർ അതിനുശേഷം ദൗഡ്കർ ഓടിപ്പോയി ദാദിക്ക് ചെപ്പലേ, ദാദിയുടെ ചെപ്പൽ, ലേ ആയി എടുത്തിട്ട് വന്നു. ഓർ ആൻഡ് പറഞ്ഞു, ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ്, ബോലി പറഞ്ഞു. ദാദി ആപ് ഭി മേരെ സാത്ത് ഖേൽനെ ചലിയേ, ദാദി ആപ് ഭി നിങ്ങളും കൂടെ, മേരെ സാത്ത് എൻ്റെ കൂടെ, ഖേൽനെ ചലിയേ കളിക്കാൻ വരൂ. ഖേൽനെ മേ സമയ ബഹുത് ജൽദി കട്ട്താ ഹെ, കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഖേൽനെമേയും കളിക്കുന്ന സമയത്ത് സമയ ടൈം ബഹുത് ജൽദി കട്ട്താ ഹെ, പെട്ടെന്ന് പോകും.
मैं 5 बजे खेलने जाती हूँ पर 10 मिनट में ही 6 बज जाते हैं. അപ്പം നീമ എന്താ പറയുന്നത്? മേ 5 ബജെ ഖേൽനെ ജാത്തി ഹൂം. 5 മണിക്കാണ് ഞാൻ കളിക്കാൻ പോവാ. पर 10 मिनट में 10 മിനിറ്റ് കൊണ്ട് 6 ബജ് ജാത്തെ ഹേ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് സമയം പോകുന്നു എന്നല്ല, പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമയത്തെപ്പറ്റി ആലോചിക്കില്ല. അപ്പോൾ പെട്ടെന്ന് സമയം തീർന്നു പോയ പോലെ തോന്നും. ദാദി ജോർ സെ ഹസി. ദാദി ഉറക്കെ ചിരിച്ചു. ഹസി എന്ന് പറഞ്ഞാൽ ചിരിച്ചു. फिर देन वे दोनों खेलने के मैदान के और चल पड़े. അവർ കളിക്കുന്ന മൈതാനത്തിലേക്ക് രണ്ടുപേരും കൂടി നടന്നുപോയി. ഖേൽനേക്ക് മൈതാൻ അതായത് പ്ലേ ഗ്രൗണ്ട്, ഓർ ചൽ പടേ നടന്നുപോയി. അപ്പം നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണല്ലേ. അപ്പം നിങ്ങളൊക്കെ സ്കൂൾ വിട്ട് എത്ര മണിക്കാണ് വരിക? സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ആരാ ഉണ്ടാവുക? ഗ്രാൻഡ് മദർ ആണോ, അമ്മയാണോ, ആരാ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക? അവരോട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലത്തെ കഥകളൊക്കെ പറയാറുണ്ടോ? ഉണ്ടോ? ഓക്കെ. നിങ്ങൾക്കും തോന്നാറുണ്ടോ കളിക്കാൻ പോയി കഴിഞ്ഞാൽ കളിക്കുന്ന സമയം പെട്ടെന്ന് പോകുന്ന പോലെ, നീമയ്ക്ക് തോന്നിയ പോലെ നിങ്ങൾക്കും തോന്നാറുണ്ടോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായി വായിച്ച് നോക്കുക കേട്ടോ. നമുക്കിതിൻ്റെ എക്സസൈസ് ഒന്ന് ഫാസ്റ്റായിട്ട് പോവാം. ബാത്ചീത് കേലിയെ സംസാരിക്കാം. നീമ കി ദാദി ഘർ पर ही क्यों रहती है? എന്തുകൊണ്ടാണ് നീമയുടെ ദാദി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് പുറത്തൊന്നും പോവാത്തത്? നീമാക്കി ദാദി ആ ബുദ്ധി ഹോഗേ അല്ലേ? നീമാക്കി ദാദി പ്രായമായി, വയസ്സായി. അപ്പോൾ അവർക്ക് ഇനി എവിടെയും പോകാനൊന്നുമില്ല. അവരൊറ്റയ്ക്ക് എവിടെയും പോകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. मैदान में जाकर दादी क्या किया होगा? അപ്പം നമുക്കറിയാം ദാദിയുടെ കാലിലൊക്കെ വേദനയുണ്ട്, ദാദിക്ക് നല്ല പ്രായമായി. അപ്പോൾ ദാദി കളിക്കാനൊന്നും പോയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം മൈതാൻ മേ ജാക്കർ, മൈതാനത്തിൽ പോയപ്പോൾ ദാദീനെ ക്യാ കിയാ ഹോഗ, ദാദി അവിടെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവിടെ എവിടെയെങ്കിലും ചെറിയ പടിക്കെട്ടുകളോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് നീമ കളിക്കുന്നത് നോക്കിയിട്ടുണ്ടാകും അല്ലേ? नीमा कहती है मैं 5 बजे खेलने जाती हूँ पर 10 मिनट में ही 6 बज जाती है. क्या आपके साथ भी ऐसा होता है? നീമ പറഞ്ഞതെന്താ? ഞാൻ 5 മണിക്ക് കളിക്കാൻ പോകും, 10 മിനിറ്റ് കൊണ്ട് 6 മണിയാവുന്നത് പോലെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടോ? ഓക്കെ. ആപ് സ്കൂൾ സെ ഘർ ജാക്കർ അപ്നാ സമയ कैसे बिताते हैं? നിങ്ങളെല്ലാവരും നീമയെ പോലെ തന്നെയാണോ? വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ കളിക്കാനൊക്കെ പോകാറുണ്ടോ? അതോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ടൈം, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ടൈം ചിലവ് ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൽ പോയി ടി വി കാണാറുണ്ടോ? കാർട്ടൂൺ കാണാറുണ്ടോ? വൈകുന്നേരം എല്ലാ ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, नीचे दिए गए प्रश्नों के उत्तर लिखिए. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. ഇസ് കഹാനി മേ കോൻ കോൻ ഹേ? ഈ കഥയിൽ കോൻ കോൻ ആരൊക്കെയാണ് ഉള്ളത്? ആരൊക്കെയാണ് ഈ കഥയിൽ ഉണ്ടായിരുന്നത്? ഒന്ന് നീമ, പിന്നൊന്ന് ദാദി അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. ഇസ് കഹാനി മേ ഡാഷ് ഓർ ഡാഷ് ഹേ. ആരൊക്കെയാ? നീമ ഓർ ദാദി. नीमा और दादी. नीमा स्कूल की बातें अपनी दादी को बताती है. നീമ സ്കൂളിലത്തെ കാര്യങ്ങൾ അവരുടെ ഗ്രാൻഡ് മദറിനോടാണ് പറയുക. ആപ് നിങ്ങൾ സ്കൂൾ കെ ബാത്തും കിസേ ബതാത്തെ ഹേ? നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ആരോടാ പറയുക? അപ്പോൾ ആൻസർ മേ, ഞാൻ. അപ്നി സ്കൂൾ കി ബാത്ത്, എൻ്റെ സ്കൂളിലെ കഥകൾ നിങ്ങൾ ആരോടാ പറയുക? അതിവിടെ ഫില്ല് ചെയ്യണം. മാ അല്ലെങ്കിൽ പാപ്പ അല്ലെങ്കിൽ ദാദാ ദാദി, നിങ്ങൾ ആരോടാണോ പറയുന്നത് അതവിടെ ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മേ അപ്നി സ്കൂൾ കി ബാത്തെ മാ കോ ബതാത്തി ഹൂം. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ബതാത്തി ഹൂം. ഇനിയിപ്പോൾ നിങ്ങളുടെ പപ്പയായിരുന്നെങ്കിലോ അച്ഛനല്ലേ, അപ്പം നമ്മൾ ബതാത്ത ഹൂം. ഓക്കെ. इस कहानी में नीमा और दादी है.
ആരൊക്കെയാണുള്ളത്? നീമ और दादी है. അവരുടെ न और द से शुरू होने वाले कुछ शब्दों की सूची बनाइए. അപ്പം നീമയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ? ന. ദാദിയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ? ദ. അപ്പം ന വെച്ചിട്ടും ദ വെച്ചിട്ടുമുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾ ഇവിടെ താഴെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയോ അല്ലെങ്കിൽ അല്ലാതെയോ കണ്ടുപിടിച്ച് എഴുതുക. ഫോർ എക്സാമ്പിൾ ന. എന്തൊക്കെ വേർഡ്സ് നമുക്കറിയാം? ന. നമുക്ക് നീം ലീവ്സ് അറിയാം അല്ലേ? പിന്നെയോ നദി അറിയാം അല്ലേ? പിന്നെയോ നൽ എന്ന് പറഞ്ഞാൽ എന്താ? പൈപ്പ്. അപ്പം അങ്ങനെ നിങ്ങൾക്കറിയുന്ന എന്ത് വേർഡ് വേണമെങ്കിലും എഴുതിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. ദ പോലെ ശബ്ദം. ദ വെച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് അറിയോ? എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്ക് വേണമെങ്കിൽ ദാദി നമ്മൾ ഓൾറെഡി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ദീദി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ചേച്ചിയാണ് ദീദി. ദൂരെ, ദോ, ടു, അങ്ങനെ പല വേർഡ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതെന്ത് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ്, नीचे कुछ वर्ण और कुछ मात्राएं दी गई है. അപ്പം താഴെ കുറച്ച് അക്ഷരങ്ങളും കുറച്ച് മാത്രകൾ എന്ന് പറഞ്ഞ ചിഹ്നങ്ങളും തന്നിട്ടുണ്ട്. इन्हें जोड़कर अपने शब्द बनाइए और अपनी कॉपी में लिखिए. അപ്പം നിങ്ങൾ ഇത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വേർഡ്സ് എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വേർഡ്സ്, അതിൻ്റെ പേരുകൾ നമുക്ക് ഈ കള്ളിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം. ഫസ്റ്റ് ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് താല. ത ആ ല ആ. അപ്പോൾ ത എഴുതിയിട്ട് ആ ല ആ, താല. അപ്പോൾ താല. അതേപോലെ തന്നെ ഇവിടെ ചുറ്റും കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്ത് അപ്പോൾ ഒന്നാമത് ഇതെന്താണ്? ഒരു കടലയാണ്. കടലയ്ക്ക് പറയാ ചന. നെക്സ്റ്റ് ചർക്ക. പിന്നെ കീക്ക് എന്താ ഹിന്ദി പറയാ? അതെ, ചാബി. ഇതൊരു സ്ത്രീ ഡാൻസ് ചെയ്യാണ്. നമുക്കവരെ നാരി. ഓക്കെ, ഒരു ലേഡിയാണ്. അപ്പം നാരി എന്ന് പറയാം. ഇതെന്താണ്? ബസ്സിന് ബസ് എന്നാണ് പറയാം. വീടിന് എന്താ പറയുക? ഘർ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ വേർഡ്സ് നമുക്ക് എഴുതി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി ബുക്കിൽ കൊടുക്കണം. നെക്സ്റ്റ്, കുച്ച് അക്ഷർ छूट गए हैं उन्हें लिखिए. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രെയിൻ കോച്ചിൽ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങൾ? ഇത് വളരെ ഈസി ആണല്ലേ? നിങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയാലോ. അപ്പം ആ ഇ ഉ ഋ എ ഐ ഓ അല്ലേ? അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യാം. നെക്സ്റ്റ്, കഹാനി മേ ഇന്തസാർ ശബ്ദ ആയാ ഹേ. ഈ കഥയിലൊരു വേർഡാണ് ഒരു വേർഡാണ് ഇന്തസാർ. ഇന്തസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ചെയ്യുക. ആരായിരുന്നു വെയിറ്റ് ചെയ്തത്? നീമ വരാൻ വേണ്ടി ദാദി എപ്പോഴും ഇന്തസാർ വെയിറ്റ് ചെയ്തിരുന്നു. അക്ഷർ കെ ഊപ്പർ ലഗ്നെ വാലെ ബിന്ദി കോ. ഈ അക്ഷരത്തിൻ്റെ മേലെ എഴുതിയിരിക്കുന്ന ഈ ഡോട്ട്, ബിന്ദി, ഡോട്ടിന് പറയുന്ന പേരാണ് അനുസ്വാർ. എന്താണ്? അനുസ്വാർ कहते हैं. इंतजार में जैसे ही ई के ऊपर बिंदी लगाई इंतजार हो गया. അപ്പോൾ ഇന്തസാർ എന്നുള്ള വേർഡിൽ ആദ്യം ഇതസാർ, അതായത് ഈൻ്റെ മുകളിൽ ഡോട്ട് ഇല്ലാത്തപ്പം നമുക്കത് ഇതസാറിനെ വായിക്കാൻ പറ്റൂ. അതിൻ്റെ മുകളിലൊരു ഡോട്ട് ഇട്ടപ്പം എന്തായി മാറി? इंतजार ആയി മാറി. ഓക്കെ, आइए ऐसे ही कुछ अन्य शब्दों को देखते हैं. അപ്പോൾ ഇവിടെ കുറച്ച് അതേപോലത്തെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് ഒരു അനുസ്വാർ ഇട്ട് നോക്കാം, എന്താവും നോക്കാം. അപ്പോൾ ഇവിടെ ഷ ഘ. അപ്പോൾ എന്താ ഇതിനെ വായിക്കുക? ശഘ്. ഓക്കെ, അപ്പോൾ അതിനൊരു അനുശാസനം കണ്ടോ? ഷ എന്ന് കൊടുത്തു. അപ്പോൾ ശംഖ്. അപ്പോൾ ഇതെന്താ ഈ ചിത്രത്തിലുള്ളത്? ശംഖാണ്. ഓക്കെ, അപ്പോൾ ശംഖ്. നെക്സ്റ്റ് പതഗ്. പതകാണോ? എന്താ ഈ ചിത്രത്തിലുള്ളത്? ഇതൊരു കൈറ്റാണ്. കൈറ്റിന് പറയുന്ന പേരാണ് പതങ്ക്. അപ്പം
താൻ്റെ മുകളിലാണ് അനുശാസൻ കൊടുത്തിരിക്കുന്നത്. അനുസ്വാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പതംഗ്. ഇനി താഴെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്? ബ ദ എർ. ഇത് ബദറാണോ? അല്ല, അത് ബന്ദറാണ് അല്ലേ? ബന്ദർ. അപ്പോൾ ബാൻ്റെ മുകളിൽ ഒരു അനുസ്വാർ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വേർഡ് ഇത് മന്ദിർ, അമ്പലമാണ്. മന്ദിർ. അപ്പം മന്ദിർ, മന്ദിർ. നെക്സ്റ്റ് അഗുർ അല്ല, ഇതെന്താണ്? അങ്കൂർ. അപ്പം ഓക്കെ, അങ്കൂർ. അപ്പം ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾ ഈ എക്സസൈസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണം. ചാപ്റ്റർ നന്നായി വായിച്ചു നോക്കണം. മീനിങ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് വരാം. ബായ്.